അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിരിസത്ത് മോമിനിങ്ങളെ, ഇന്നത്തെ നാളിൽ ഞങ്ങൾ കേട്ട് അതീവ നമുക്ക് ദുഃഖത്തണ്ടനിക്കത്തെ ഒരു വാർത്തയായിട്ടിക്കട് ഒരു ഉസ്താദ് മൗത്തായി പോയിട്ടുള്ളത്. ഒരു ഫാദിലി ഉസ്താദ് ഞങ്ങളെ ഈ കേസരോട് ഉള്ളാളത്തെ മുട്ട ഉള്ള കേസരോടും ചൊല്ലെ ഒരു റായത്തിൽ ഞങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള എനിക്കത്തെ ആ ഉസ്താദ് നീക്കുമ്പമേ മനസ്സിൽ പണ്ടത് ആ ഉസ്താദ് ചിരിക്കൊരു ചിരിയായിട്ടിക്കട്. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ഈ ഉള്ളാള ഭാഗത്തുള്ള ചമ്മ കണ്ടിട്ട് നല്ല പരിചയമുള്ളേ കണ്ടിട്ടാകുമ്പോൾ ഒരു ചിരിച്ച് മുണ്ടണിക്കത്ത് ഈ ചിരിയിട്ടുള്ളതൊരു ചില്ലറ വിഷയം എന്തല്ല. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടിയതായിട്ടിക്കട്. ഒരു നിന്റെ സഹോദരൻ്റെ മുഖം നോക്കി ചിരിക്കുന്നത് അതൊരു സ്വതക്കായിട്ടിക്കടുണ്ട് പഠിപ്പാട്ടിയ മത. അപ്പോൾ ആ ഒരു ചിരിക്കാണ്ടുള്ള സ്വഭാവമുള്ള ആൾമാർക്ക് വലിയ മഹത്വമുണ്ട്. അപ്പോൾ ഈ ഉസ്താദിനെ ഞാനിങ്ങനെ നിരിക്കുമ്പമേ ആ ഉസ്താദ് തൻ്റെ മുഖം ഇങ്ങനെ ചിരിக்கிறതായിട്ടിക്കടന്നൊക്കെ നിനപ്പ് വേണ്ടത് ഭാరీ ഒരു ബേജാറായി പോയിത്ത്. ബൈക്കിൽ പോയിത്ത് ഒരു ഗാഡി കടിച്ചിട്ട് ബൂന്തും ചമ്മ ചോര പോയിത്ത് സ്പോട്ടില പിന്നെ മൗത്തായി പോയിട്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിട്ട് ഭാരി ബേജാറായി പോയിട്ട് അള്ളാഹു ഒരു അചഞ്ചലമായ വിധിയായിട്ട് ഒരാൾക്കും ചേഞ്ച് ആക്കുക സാധ്യമാവാത്ത കണക്കത്തെ ഗട്ടി വിധിയിട്ടുള്ളത് അത് പടച്ച റബ്ബുടെ വിധി മാത്രമായിട്ട് ആ ഉസ്താദ് ബറാത്തോ ഇനിയൊരിക്കലും തിരിച്ച് പറകില്ലാത്ത ഒരു ലോകത്തേക്ക് യാത്ര ആയി പോയിട്ട് അള്ളാഹു ഉസ്താദിനെ ഖബർ വെളിച്ചാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ഫാദിലി ഉസ്താദ് പിരിസത്തെ മോമിനിങ്ങളെ നമുക്ക് ഭാരി ഒരു ഖേദ മനസ്സിൽ ബേജാറ് അതിങ്ങനെ കൺട്രോൾ ആക്കുക ആവാത്ത രൂപത്തിലായിട്ടിക്കട് ഇതിനെ നേരിട്ടുകൊണ്ടുള്ളത്. ആ ഒരു ഉസ്താദ് ചമ്മ വർഷമുള്ളൊന്ന് വയസ്സുള്ള ആളൊന്നും അല്ല, ഒരു 25, 26, 27 വയസ്സ് അതിനിടയിലുള്ള ഒരു വയസ്സായിട്ടിക്കട് എല്ലാത്ത കാണാൻ ബേജാറ്. ഇന്നലെ മുഞ്ഞാണ്ടാന്താ ആ ഉസ്താദിനെ കിടാവുക പേര് പോലും വെക്കപ്പെട്ടത്. അപ്പോൾ പേര് വെക്കപ്പെട്ട് തയ്ത്ത് ഒരു വർഷം പോലും ആ കിടാവിട്ട ടൈം ചിലവാക്കുകയില്ലാണ്ട് ഈ ഉസ്താദ് യാത്രയായി പോയിത്ത് മങ്ങിലായിട്ട് ജണ്ടൊരു ഷൗരത് ഒരു പെഞ്ഞായി ഉണ്ടു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉള്ള അവസ്ഥ നോക്കുമ്പോൾ ഭാരി ഒരു അതീവ ഭയങ്കര കൺട്രോൾ ആക്കോ തീരാത്ത എനിക്കത്തെ ഒരു ദുഃഖ ഒരു ന്യൂസായിട്ട് ഇവിടെ നമുക്ക് കിട്ടിപ്പോയത്. അള്ളാഹു താല ഉസ്താദെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. ഇതുപോലത്തെ മരണത്തെ തൊട്ട് ഇതുപോലത്തെ ആഫത്തിനെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങൾക്ക് ദ്വാരക്ക അതിരൊട്ടിಗೆ ആ ഉസ്താദിന്റെ പാരത്രിക ലോക വെളിച്ചാവ വേണമായിട്ട് ഞങ്ങളുടെ ദ്വാരക്കണം. സ്വർഗത്തിൽ ആ ഉസ്താദിനെ ഞങ്ങളെല്ലാവരും കൂട്ടത്തിൽ എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരു ജിവാറിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിട്ട് ജനത്തെ ഞങ്ങൾ ദ്വാരക്ക. ഒരു ഈ വീഡിയോ കാണേണ്ട ನಾನು ಈ ವಿಡಿಯೋಲಿ ಎಂದಿಗೆ ಬಂದಿಟ್ಟು ഉദ്ദേശിക്കുന്നത് ചെന്നെങ്കിൽ ನಾನು ഈ ചൊല്ലിൻ്റെ പലക്കെ കേട്ടിട്ട് ആ ഉസ്താദിൻ്റെ വിഷയത്തിൽ ഒരു അറിവ് കിട്ടിയിട്ട് ആ ഉസ്താദുമായിട്ട് ഒരു ഫാത്തിഹ എങ്കിലും നിങ്ങൾ ഓതുവാറുണ്ടെന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ മരിച്ചു പോയ ആളുകൾ ഒരു പരലോകത്ത് വേണമായിട്ട് നിങ്ങൾ ഓതുക ഒരു ഫാത്തിഹ ഒരു വലിയ സ്വത്തായിട്ട് ആ ഉസ്താദിൻ്റെ ഖബറ് പോകും. അപ്പം നിങ്ങൾ എന്താക്കണം ഒരു ഫാത്തിഹ ഓതിട്ട് ആ ഉസ്താദ് വേണമായിട്ട് ഇതുവാർക്കണം സാധ്യമുണ്ട ഒരു യാസീനെങ്കിലും. കാരണം ഞങ്ങൾ എപ്പോൾ മരിക്കും ഞങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ. ഞങ്ങളും മരിച്ചപ്പോൾ ഞങ്ങൾ ഈ മരണ വാർത്ത കേട്ടിട്ട് ഞങ്ങൾക്കും വേണമായിട്ട് ഫാത്തിഹ യാസീൻ ഓതിട്ട് തഹ്ലീൽ ചെന്നൊരു ദുആക്കർ ഒരു ഉമ്മത്ത് വേണുണ്ടായെങ്കിൽ ഞങ്ങൾ ഹയാത്തിരിക്കുമ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ മൂത്തായി പോയ ആൾമാർക്ക് വേണമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കണം. അള്ളാഹു താല ഏതായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ചമ്മക്കാല അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലായിട്ട് ജീവിക്കാനുള്ള തൗഫീഖും തന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഉസ്താദുമാർ ഉമ്മബാപ്പമാർ കുടുംബത്തിലും ഞങ്ങൾക്ക് ഒത്തുള്ളതും ഒൽത്താല്ലാത്തതുമായ എല്ലാ ഞങ്ങളെ മോമിനികൾ മോമിനാത്തുകൾ മൗത്തായി പോയ എല്ലാ ആൾമാരെ ഖബർ അല്ലാഹു വെളിച്ചാക്കി കൊടുക്കുമാറാകട്ടെ. ബർസഖിയ ജീവന റാഹത്തിലാക്കട്ടെ. എല്ലാവരെയും സ്വർഗ്ഗലോകത്തെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരു ജിവാറിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.